സാമ്പത്തിക നേട്ടത്തിനായാണ് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ പ്രവാസ ലോകത്തേക്ക് കുടിയേറുന്നത്. എന്നാൽ UAE-യിൽ താൽക്കാലിക സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നവരിൽ ഭൂരിഭാഗവും വലിയ കടക്കണിയിലാണ് അകപ്പെടുന്നത്. ബാങ്കുകളുടെ ആകർഷകമാർന്ന വായ്പാ പരസ്യങ്ങൾ കണ്ടും താൽക്കാലിക ആവശ്യങ്ങൾ മുൻനിർത്തിയും ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കുന്നവരാണ് ഭൂരിഭാഗവും. മറ്റുള്ളവരെ അപേക്ഷിച്ച് വായ്പയെടുക്കാനുള്ള മലയാളികളുടെ പ്രവണത ധനകാര്യ സ്ഥാപനങ്ങൾ തന്നെ തുറന്നു സമ്മതിക്കുന്നുണ്ട്. ഇടത്തരക്കാരാണ് ഇത്തരം വായ്പകളുടെ മുഖ്യ ഉപഭോക്താക്കൾ. ഓരോ മാസവും ശമ്പളത്തിന്റെ 1/4 ഭാഗവും ക്രെഡിറ്റ് കാർഡുകളുടെ പിഴയടക്കേണ്ടി വരുന്ന നല്ലൊരു ശതമാനം മലയാളികൾ UAE-യിൽ ഉണ്ടെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ക്രെഡിറ്റ് കാർഡ്, മറ്റു വായ്പാ കമ്പനികൾ എല്ലാം ലക്ഷ്യമിടുന്നത് ഇത്തരക്കാരെയാണ്. വായ്പകളെ ഒരു ഉൽപ്പന്നമെന്ന നിലയ്ക്ക് ആകർഷകമായാണ് ബാങ്കുകൾ അവതരിപ്പിക്കുന്നതും. വരുമാനത്തിന്റെ 1.5-2 ഇരട്ടി വായ്പാ സൗകര്യമുള്ള ക്രെഡിറ്റ് കാർഡുകൾ സൂക്ഷിച്ചു ഉപയോഗിച്ചില്ലെങ്കിൽ കീശ കീറുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് UAE-യിൽ ക്രെഡിറ്റ് കാർഡ് സ്വന്തമാക്കാനുള്ള മാനദണ്ഡങ്ങൾ ലഘുവാണ് എന്നതും ക്രെഡിറ്റ് കാർഡ് ഉപയോക്താക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. കുറഞ്ഞത് 2500 ദിർഹമെങ്കിലും പ്രതിമാസം ഉള്ളവർക്കാണ് നിലവിൽ ക്രെഡിറ്റ് കാർഡ് ലഭ്യമാവുക. എന്നാൽ പരിശോധനാ സംവിധാനങ്ങൾ കർശനമല്ലാത്തതിനാൽ ആർക്കും ക്രെഡിറ്റ് കാർഡ് ലഭിക്കാവുന്ന സാഹചര്യമാണ്. ക്രെഡിറ്റ് കാർഡ് സ്വന്തമാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും നിർബന്ധമാണ്. എന്നാൽ പലരും ഇത് മനസ്സിലാക്കാതെയാണ് അനിയന്ത്രിതമായി കാർഡ് ഉപയോഗിക്കുന്നത്. ഒരിക്കലെടുത്ത വായ്പ അടച്ചു തീരുന്നതുവരെ ആദ്യ ബാലൻസ് തുകയ്ക്ക് മുഴുവനും പലിശ നൽകണമെന്ന യാഥാർത്ഥ്യം മിക്കവരും തിരിച്ചറിയാൻ ഒരുപാട് വൈകുന്നതും പ്രശ്നങ്ങൾ ഗുരുതരമാക്കുന്നു. സാധാരണഗതിയിൽ 2 മുതൽ 3% വരെയാണ് ധനകാര്യ സ്ഥാപനങ്ങൾ പലിശ ഈടാക്കുന്നത്. അതായത് വർഷത്തിൽ 24 മുതൽ 36 വരെ. ഇതുകൂടാതെ തുകയടയ്ക്കാൻ വൈകിയാൽ പിഴ, ക്രെഡിറ്റ് കാർഡ് പരിധി കഴിഞ്ഞാൽ പിഴ തുടങ്ങി വൻ പിഴകളാണ് ഓരോ ഉപഭോക്താവിനെയും കാത്തിരിക്കുന്നത്. ദീർഘകാല വായ്പാ ആവശ്യങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഒന്നല്ല ക്രെഡിറ്റ് എന്ന അജ്ഞതയാണ് ഭൂരിഭാഗം പ്രവാസികളെയും പിഴയുടെ ഊരാക്കുടുക്കിലേക്ക് തള്ളിയിടുന്നത്. അതുകൊണ്ട് തന്നെ ധനകാര്യ സ്ഥാപനങ്ങളുടെ പരസ്യവാചകങ്ങളിൽ വീണുപോകാതിരിക്കാൻ ഓരോ പ്രവാസിയും ശ്രദ്ധിക്കണമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്.